അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ല അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ മുആദ് ബിനു ജബലും അബൂദറും പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. 3 സുപ്രധാനമായ ഉപദേശങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എന്ന് പറയുമ്പോൾ വിഖായത്തുൻ അൻ ഗളബില്ലാഹി വസഖ്തിഹി, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നുമൊക്കെയുള്ള സംരക്ഷണ കവചമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരഗതമാക്കുന്നതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ കടന്നു വരാം, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകാം, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകാം. ഏത് ഘട്ടത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജീവിതത്തിൽ ഒരു തെറ്റു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു നന്മ നീ ചെയ്യുക. ആ നന്മ ആ തെറ്റിനെ മായ്ച്ചു കളയുന്നതാണ്. അബദ്ധവശാൽ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ കടന്നു വരുന്നവരാണ് നമ്മളൊക്കെ. തെറ്റ് കടന്നു വന്നു എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നന്മകളുമായി കൊണ്ട് മുന്നേറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നന്മകൾ ധാരാളമായി ചെയ്യുക എന്നത് പാപപരിഹാരമായി കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച മാർഗങ്ങളിലൊരു മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഉപദേശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, സൽസ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുക എന്നാണ്. ആളുകളോട് നല്ല രൂപത്തിൽ വേണം പെരുമാറാൻ. മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ കഴിയാത്തവൻ മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് എങ്ങനെയാണ് മാന്യമായി പെരുമാറുവാൻ സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിടത്ത് പ്രത്യേകമായി കാണാം, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണവുമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നാണ് നബി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽസ്വഭാവിയായിരുന്നു എന്നും അവിടുന്ന് സൽസ്വഭാവത്തിൻ്റെ രംഗത്ത് നമ്മൾ മാതൃകയാക്കണമെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പലപ്പോഴും പടപ്പുകളോടുള്ള ബന്ധങ്ങളിൽ അറിയാതെയെങ്കിലും വീഴ്ചകൾ വരുത്തുന്നവരുമാണ് നമ്മൾ. അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട്. തഖ്വ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു. ആ തഖ്വ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്നാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് കാണാം, എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു ഉപദേശം നമ്മൾ കേൾക്കണമെങ്കിൽ ആ ഉപദേശത്തിൻ്റെ മുമ്പ് അതുണ്ട്. എന്താണ്? യാ അയ്യുഹൽ നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉപദേശങ്ങൾ. അവിടെയൊക്കെ തഖ്വയുടെ ആവശ്യമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് ഈ നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്? കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിങ്ങൾ മുത്തഖീകളാകുവാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കും തഖ്വയുണ്ടാകുക എന്നത് തന്നെയായിരുന്നു അവർക്കും ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയപ്പോൾ അതുകൊണ്ട് ലക്ഷ്യമാക്കിയത്. അതാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വ ഇയ്യാക്കും. നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്കും നിങ്ങൾക്കും നമ്മൾ വസിയ്യത്ത് നൽകുന്നത് എന്താണ്? അനിത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കാത്ത ഇടത്തുനിന്നും നമുക്കുള്ള സഹായങ്ങൾ ചെയ്തു തരുമെന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനുള്ള ഹേതുവായി കൊണ്ടാണ് തഖ്വയെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപാകതകൾ നമ്മുടെ തഖ്വ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നതാണ്, അത് മഗ്ഫിറത്ത് നൽകുന്നതാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതുപോലെ തന്നെ തഖ്വയുള്ളൊരു മനുഷ്യൻ അവൻ്റെ തഖ്വക്കനുസരിച്ചുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. സ്വർഗപ്രവേശനത്തിന് തഖ്വ അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ തഖ്വ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തഖ്വകൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. അതില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് തിന്മകൾ സംഭവിച്ചെന്നുറപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ നന്മകൾ കൊണ്ടതിനെ മായ്ച്ചു കളയുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. നോക്കൂ നിങ്ങൾ, ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ ആ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് അയാൾ തിന്മ ചെയ്തവനായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്നില്ല. ഇനി അയാൾ അത് തിന്മയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നാലോ ആ വിട്ടുനിന്നതൊരു നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ അയാൾ ആ നന്മ ചെയ്തതായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇനി അത് ചെയ്യുകയും ചെയ്താലോ 10 മുതൽ 700 വരെയും അള്ളാഹു എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര കണ്ടതിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നന്മകൾ, സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തുവാൻ തയ്യാറാകുമ്പോൾ തന്നെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി കൊണ്ട് തഖ്വ കടന്നു വരുന്നത് നമുക്ക് ആസ്വദിക്കുവാനും അനുഭവിച്ചറിയുവാനും കഴിയുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ തൗബകളെ വർദ്ധിപ്പിക്കുക. തൗബകൾക്ക് വേണ്ടി പ്രത്യേകമായി കൊണ്ട് സലാത്തുകളും മറ്റു വാർഷികങ്ങളും നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു തൗബ സ്വലാത്തോ തൗബ വാർഷികമോ ഒന്നും ഒരു മനുഷ്യനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മറിച്ചൊരു വിശ്വാസിയുടെ മനസ്സിൽ 24 മണിക്കൂറും 7 ദിവസവും തൗബയോടുകൂടി ജീവിക്കേണ്ടവനാണവൻ. വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ചു മടങ്ങി അതിൽ സങ്കടപ്പെട്ട് ഇനി ആ തെറ്റുകൾ ചെയ്യുകയില്ല എന്നുറപ്പിച്ച്, വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവരോടതിനു മാപ്പ് ചോദിച്ച് നന്മകളുമായി കൊണ്ട് മുന്നേറുക എന്നതാണ്. അങ്ങനെ മുന്നേറുമ്പോൾ ജീവിതത്തിലെ നന്മകൾ വന്നുപോയ തിന്മകളെ മായ്ച്ചു കളയുമെന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ, ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ് എന്നാണ്. ഇതുപോലെ ഈ ഹദീസിലെ 3-ാമത്തെ ഭാഗം ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്നത് പോലും, പുഞ്ചിരിക്കുക എന്നത് പോലും സൽക്കർമ്മമായി പഠിപ്പിച്ച മതമെന്നുള്ള നിലയ്ക്ക് ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുവാനും ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യപൂർത്തീകരണത്തിനു വേണ്ടിയൊക്കെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഉപദേശങ്ങൾ നൽകേണ്ടിടത്ത് ഉപദേശങ്ങൾ നൽകിയും ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും നന്മകൾ കൊണ്ട് കൽപ്പിച്ചും തിന്മകളെ വിലക്കിയുമൊക്കെ പരസ്പര സതുപദേശത്തോടു കൂടി ജീവിക്കേണ്ടവനാണ് വിശ്വാസി. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അള്ളാഹു കാര്യങ്ങളെ എളുപ്പമാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.